ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോസ്റ്റ് ഗാർഡ് പൈലറ്റ് വിപിൻ ബാബുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. മാവേലിക്കര കണ്ടിയൂർ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വൈകിട്ട് 5 മണിയോടെയാണ് വിപിൻ ബാബുവിന്റെ മൃതദേഹം കണ്ടിയൂർ പാറക്കടവിലെ വീട്ടിലെത്തിച്ചത്. കണ്ടിയൂർ പാറക്കടവ് നന്ദനത്തിൽ എയർഫോഴ്സ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പരേതനായ RC ബാബുവിന്റെയും ശ്രീലതയുടെയും മകനാണ് വിപിൻ ബാബു. വിപിന്റെ അമ്മ മാത്രമാണ് മാവേലിക്കരയിലെ കുടുംബ വീട്ടിലുള്ളത്. ഡൽഹിയിൽ മിലിറ്ററി നഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ മേജർ ശില്പയാണ് വിപിന്റെ മരണവിവരം ഇന്നലെ ബന്ധുക്കളെ അറിയിച്ചത്. കുടുംബവും ഒന്നിച്ച് ഡൽഹിയിൽ താമസിക്കുന്ന വിപിൻ 3 മാസം മുമ്പാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. അവിടുന്ന് ഒരു ഫോൺ വന്നായിരുന്നു. ഈ മരിച്ചുപോയ എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. പുള്ളിയുടെ വൈഫ് അവിടെ ആർമി ബേസ് ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ MNS നഴ്സാണ്. അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അവർ പിന്നെ ഈ മരിച്ചുപോയ പുള്ളിയുടെ മോളുടെ ഹസ്ബൻഡ് ആർമിയിലെ ഓഫീസറാണ്. പുള്ളി ശ്രീനഗറിലാണ്. പുള്ളിയെ ഇൻഫോം ചെയ്ത് അവർ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ വിവരം അറിയിച്ചു. പക്ഷെ ബോഡി കിട്ടാത്തതിൻ്റെ പേര് അത് സേഫായിട്ട് വെച്ചിരുന്നു. ഇവിടെ ചേട്ടത്തി അറിയിച്ചില്ലായിരുന്നു. പിന്നെ ഒരു 1:30-2 മണിയോടുകൂടിയാണ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ഞങ്ങളെല്ലാവരും വരികയും ചെയ്ത് പിന്നെ ചെറിയൊരു തോതിൽ ചേട്ടത്തിയെ വിവരം അറിയിക്കുകയും ചെയ്തു. ഗുജറാത്ത് പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് വിപിൻ ബാബുവിന് ജീവൻ നഷ്ടമായത്. വിപിന്റെ സംസ്കാരം സന്ധ്യയോടെ കണ്ടിയൂരിലെ ശ്മശാനത്തിൽ നടക്കും. ജനം, ആലപ്പുഴ.